ഇന്നലെ കണ്ട എന്റെ ചോറ് ഞാൻ അതുപോലെ തിരിച്ചു കൊണ്ടുവന്നില്ലേ. എന്റെ ചോറ്റുപാത്രം തുറന്നായിരുന്നു കണ്ണുക. വണ്ടിയുടെ പോലും ഒച്ച കേട്ടിട്ടില്ല. ഞങ്ങൾ അവിടുന്ന് വണ്ടി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി 12 വർഷമായി. ഞങ്ങളിപ്പോ ഒരു സർപ്രൈസ് ആയിട്ട് വന്നതാ. കേക്ക് മുറിക്കാൻ പോവാ. ആ ബാ ബാ ചിറ്റോ ചിറ്റോ മുച്ച. ഹായ് മക്കളൊക്കെ മാറിക്കണ വെട്ടമില്ലടാ. വെട്ടത്തിന് മാറാ. കേക്ക് കൊടുത്തേക്കാ. അമ്മ മുറിച്ചു കൊടുത്ത് എടാ അവനെ വിളിച്ചടാ രഞ്ജീഷിനെ. അവനോ അവന്റെ കേട്ട് ചോക്കടേ. അവൻ കണ്ടില്ല കിറിയും തുറന്ന് വന്നത്. അപ്പൊ നീ മൈൻഡില്ല. താങ്കോ താങ്കോ താങ്കോ. എന്റെ ചേട്ടാ കുറച്ച് കുറച്ച് ഇനി മുറിച്ചു. അതെയാ കേക്ക് സൂര്യ വല്ല പറയണ എന്തെങ്കിലും പറയാൻ. അതെ എന്റെ മോനത്തെ അതിന് ഞാൻ എല്ലാം ഊതിക്കളയാ. അവൻ കൊണ്ടായിരുന്നല്ലോ. അവളാ കണ്ണി കൊണ്ടുവന്നു. എന്റെ ബർത്ത്ഡേ ആയിരുന്നു അതിന്റെ കൂടെ കൂടി അല്ലേ. ഇവന്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. അവന്മാരോടുപ്പ് എടുത്തിട്ട് വന്നേടി. ഇപ്പം ചോറിനോട്ടിരിക്കുവായിരുന്നു. അന്നായിരുന്നേക്ക് ഓടിക്കയറി വരുന്നത്. അറിയത്തില്ലാരും വരുന്ന കേസ് കിട്ടുന്നു. രാവിലെ വിളിച്ചായിരുന്നു. രാവിലെ വിളിച്ചപ്പോൾ 12 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ട് ആഘോഷിക്കുകയാണ്. ഫസ്റ്റ് ട്രിപ്പ് ആഘോഷിക്കുന്ന അടുത്താണ്. ആദ്യമായിട്ട് ഞങ്ങൾ കേസ് മേടിച്ചു കൊടുക്കുന്നത്. ഇതുവരെയായിട്ട് ഞങ്ങൾ അല്ല ഇതുവരെയായിട്ട് 10-12 വർഷമായിട്ട് ഇന്നേ വരെ ഞങ്ങൾ ഇതേപോലെ കേക്ക് മുറിച്ചു അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇന്നിപ്പോ സർപ്രൈസ് ആയിട്ട് ഓടി വന്നിട്ട് ചോറിനോണ്ടിരിക്കുവായിരുന്നു. നേരെ കസാര വഴി നോക്കുമ്പോഴത്തേക്കും മുറ്റത്ത് വന്നിരിക്കുന്നു. വരുന്നില്ലെന്നൊക്കെ പറഞ്ഞു നിന്ന ടീമുകൾ ഇപ്പൊ ഓടി വന്നേക്കുന്നുണ്ട്. ഇത് കണ്ടോ പറ്റിയില്ലായിരുന്നു എന്നെ. എന്റെ ഗിഫ്റ്റാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് മാറി മാറി ഇട്ടോട്ടോ. ബർത്ത്ഡേ കൂടെ അടിപൊളി. ഇന്നലെ എനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടുപേർക്കും രണ്ടുപേരും ബർത്ത്ഡേ ആയിരുന്നു.
ഇത് മറ്റേ മാമന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ബർത്ത്ഡേക്കാരായിരുന്നു ഇന്നലെ. ഒരേ നാളും ഒരു ദിവസമാണ് ജനിച്ചത്. എന്തെന്നാ പറഞ്ഞോ? പിന്നെ ഈ ഡ്രസ്സേ ഞാൻ ഇവർക്ക് ഇഷ്ടപ്പെട്ട് മേടിപ്പിച്ചാണ്. ഞാൻ മേടിച്ചോണ്ട് വന്നല്ല, അത് ഞാൻ സൂര്യയുടെ കടയിൽ നിന്ന് മേടിപ്പിച്ചാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ ഈ മകൾ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്നോടല്ല പറഞ്ഞ് അതിന് കേക്ക് മുറിച്ചു കൊടുത്തു. എന്റെ മകളെ എന്നോട് പറഞ്ഞില്ല, കുഞ്ചനോടും വല്ലനോടും പറഞ്ഞു, ചേച്ചിമാരെന്നാ ഭാഗ്യവതികളാ, ഇങ്ങനത്തെ പാന്റും ടോപ്പും ഒക്കെ കിട്ടിയില്ലേ, ഞങ്ങൾക്കാണ് ഓഞ്ഞ 3 ഉടുപ്പുള്ളതെന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ കൊച്ചിനൊക്കെ ഇത് പറഞ്ഞു എടുപ്പിച്ചാണ് കേട്ടോ, എന്റെ പാന്റും പിരിയനും എന്റെ മുത്തുകൾക്ക്. എന്റെ മക്കളാണ് ഇതുണ്ട് ഒരാൾ കേക്ക് തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അപ്പനും മോളും കൂടെ കേക്ക് തോണ്ടി കളിച്ചോണ്ടിരിക്കുക ഇവിടെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാരും ഭയങ്കര പരാതിയായിരുന്നു, ഞങ്ങളുടെ ചെറുക്കനെ കാണിക്കാത്ത എന്താ സുതിമോടെ ആങ്ങളേനെ പെണ്ണുമ്പോളെയൊക്കെ കാണിച്ചു, നമ്മുടെ കൊച്ചിനെ കാണിക്കാത്ത എന്താതെ നമ്മുടെ കൊച്ചാണിത്. കൊച്ചിനെ കണ്ടില്ല എന്നുള്ള വിഷമൊന്നും വേണ്ട. പറയണ നീ എന്തുകൊണ്ടാ ഇതായിപ്പോ പറ, നീ എന്ത് ബിസി ആയിപ്പോയി? എന്ത് നിന്റെ ബിസി എനിക്കറിയില്ലല്ലോ, നീ പറ. ജോലിക്ക് പോയേക്കില്ലായിരുന്നു. ചേച്ചി ഒരുപാട് എന്താ പോകുന്നത്? കഴിഞ്ഞ ദിവസം ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ജോലിക്ക് പോയേക്കായിരുന്നു. ഇവര് ഫുള്ള് ഫോളോവേഴ്സ് ആണ്. എന്റെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന ഇൻസ്റ്റയില് വരുന്നു, ഫേസ്ബുക്കിൽ വരുന്നു, മൊത്തം ഇവര് കല്യാണാലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇവൻ ന്യൂട്രൽ എന്നെ വിളിച്ച് ചോദിക്കുക, ആ പെമ്പിളയുടെ ഐഡിയ ഒന്നും ഇങ്ങോട്ട് അയച്ചു സൂചിച്ചേന്ന്. കള്ളനാണ് ഇവൻ. നമ്മുടെ കൊച്ചാണേട്ടാ, പാവം കൊച്ചാണ് കേട്ടോ. അത് ഞങ്ങള് ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. എന്റെ സൂരജിന്റെയും എന്റെ കുളുവിന്റെയും ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ഞാൻ സ്റ്റാറ്റസ് കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ ലൈക്ക് ചെയ്യുകയും വിശ്വാസം അറിയിക്കുകയും ചെയ്തു. അത് ഇവനെ കാണാൻ പറ്റത്തില്ല, എനിക്കല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാനിത് എങ്കിലും എല്ലാം കൂടെ ചേർത്താണ് നമ്മളിപ്പോൾ ഇത്ര ഒരു കേക്ക് മുറിച്ചത്. ഇവന്റെ മാത്രം വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കാൻ വന്നതല്ല, ഇതിനകത്ത് സൂരജും ഉണ്ട് കുളുവും ഉണ്ട്. ഇവരെല്ലാം കൂടെ ഒറ്റയടിക്കുള്ള കേക്കാണ് മുറിച്ചേക്കുന്നത്. പിന്നെ അതിൽ എഴുതിയേക്കുന്നത് മാത്രം സ്ഥലമില്ല, എല്ലാവർക്കും നേരത്തെ പിടിച്ച് ഹോംവർക്ക് എഴുതുമ്പോൾ എഴുതാനുള്ള സ്ഥലം കേക്കിലില്ലാത്തതുകൊണ്ടാണ് ഇവരുടെ പേര് മാത്രം. അല്ല ഇതിപ്പോ മറ്റേ ഇപ്പൊ എല്ലാരും ഓർക്കുന്നത് കേക്ക് ഇങ്ങനെ ഇരിക്കുന്നത് എന്നാന്ന്. ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ട് സൂര്യയൊക്കെ ഇതിന്റെ പൊക്കത്ത് കയറി അർമാദിക്കും, കട്ട് ചെയ്ത് പണി തുടങ്ങിയാനെ. പിന്നെ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു, ഇവൻ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കാൻ ഞാൻ മനഃപൂർവ്വം വന്നപ്പോ ഒരു ഡോസ് കൊടുത്തായിരുന്നു, ഇല്ല ഇവനോട് കിടന്ന് കരഞ്ഞു മെഴുകും. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ മാന്യമായിട്ട് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്കെന്ന് പറയാതെ ഇതുങ്ങളൊക്കെ ഉള്ളു കേട്ടോ. ഇവിടെ അമ്മ, സൂരജ്, ഇതുങ്ങൾ രണ്ടുപേരും. എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തവും ബന്ധമൊന്നും പറയാനും എനിക്ക് ഒരാവശ്യം വന്നാൽ ഓടി വരാനും എനിക്ക് കയറി വരാനും ഉള്ള ഒരു വീടാണിത്. ഉണ്ടാക്കാൻ ആ കേക്ക് തീർക്കാൻ സമാധാനം വീടൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് കയറി വരാനും എനിക്കൊന്ന് സ്വന്തം എന്ന് പറയാനും എന്നെ സ്നേഹിക്കാനും എനിക്ക് 2 ആങ്ങളമാരുണ്ട് കേട്ടോ. ഇവര് എന്തുണ്ടെങ്കിലും അതെനിക്ക് മനസ്സിലാതെ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഞാൻ തളർന്നു പോയപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേട്ടോ. എനിക്കൊരാപത്ത് എന്റെ 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ, എനിക്കത് പറയാൻ പറ്റാതില്ല. ഇവരെന്നോട് പറഞ്ഞ എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ചേച്ചി നടത്തിയിട്ടേ ഞാൻ ഇവിടുന്ന് വിടത്തുള്ളൂ, എന്റെ ചങ്കാണ് എന്റെ ചേച്ചി എന്ന് പറയുമായിരുന്നു. ഇവനെ എന്നെ പരിചയപ്പെടുമ്പോഴത്തേക്ക് ഏതാണ്ട് സുണ്ടപ്പനേക്കാൾ ഇച്ചിരി ഉള്ളെന്ന് തോന്നുന്നു. ഇവനെ പരിചയപ്പെടുന്ന സമയത്ത് കണ്ണൻ ഇവളെ കൊണ്ടുവരുന്ന സമയത്ത് ദേവിന്റെ എത്ര ഉണ്ടോ? ദേവിന്റെ എത്ര ഉണ്ടോ? അല്ലെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്നേ എന്റെ കൂടപ്പുറപ്പാണ് ഞാൻ ഏറ്റെടുത്തായിരുന്നു. പക്ഷെ ഇവനെ തളർന്നു പോയപ്പോ എന്നെ സംരക്ഷിച്ചതും എന്നെ സ്നേഹിച്ചതും എനിക്ക് മരണം വരെ മറക്കാൻ പറ്റത്തില്ല. എനിക്ക് അത്രയ്ക്കും നന്ദി കടപ്പാടുള്ള ഒരു വീടാണ് കേട്ടോ ഇത്. കാരണം എനിക്കെന്ന് പറയാൻ എന്നെ ഒരു അച്ഛന്റെ ആൾക്കാരോ അമ്മയുടെ ആൾക്കാരോ ആരും ഇല്ലായിരുന്നു. ഞാൻ തളർന്നു പോയപ്പോ ഒരു നേരം കയറ്റി കിടത്താനോ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എനിക്കൊരു നേരത്തെ വെള്ളം എടുത്ത് തരാൻ പോലും എനിക്ക് ആരും ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാനില്ലായിരുന്നു. ആ സമയത്ത്
സമയത്ത് എന്നെ സംരക്ഷിച്ച ഇവരാണ്. അപ്പൊ മരണം വരെ ഞാൻ ഇവരെ വിട്ടുപിരിയത്തില്ല. എനിക്ക് അത്രയ്ക്കും ജീവനാണ് ഇവര്. ഇതൊന്നും കേട്ട് നീ പൊങ്ങിപ്പറഞ്ഞ് മുന്നോട്ട് പോകണ്ട. എന്നൊക്കെ കാണിച്ചു എന്നൊക്കെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആങ്ങളമാർ എപ്പോഴും ഈ രണ്ട് തൈലുണ്ടാവും. എനിക്ക് എന്തോരം മെസ്സേജ് വരുന്നത് ഇവന്റെ പേരില്. സൂര്യചേട്ടൻ എന്നാ ചേച്ചി ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ കാര്യത്തിനും ഇവനെ തിരക്കുന്നുണ്ട്. എന്നെ ഒന്ന് തിരക്കി ആരിലൊക്കെ വിളിക്കും. നീ കെട്ടിപ്പോയി, നിനക്ക് ചാൻസ് നമുക്കറിയാം. നീ പോയി, കാര്യം തീർന്നു. ചുമ്മാടെങ്കിലും വിളിക്കാമല്ലോ. അപ്പൊ ഒത്തിരി ആൾക്കാർ ചോദിക്കണ്ടായിരുന്നു സൂര്യമോനെ പരാതിയൊക്കെ തീർന്ന് കാണിച്ചിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലുമൊക്കെ ഗൈസിൽ പറയടാ. ഞാൻ ഇടയ്ക്കെന്തിനും പറയുന്നുണ്ട്, ഇവനൊന്നും വേണ്ടുന്നില്ല. ഞാൻ തളർന്നു കിടന്നപ്പോ വാചാണ്ടായിരുന്നു. ഞാനിവിടെ ചുമ്മാ ഒന്ന് ഫോട്ടോ എടുക്കാൻ ഓണാക്കിയാൽ ഓടി വന്ന് ഗൈസ് ഞാൻ ചേച്ചിയുടെ അടുത്തുണ്ട്. ഇപ്പൊ പുള്ളിക്ക് നാണമായി പോയി. ആള് ഇച്ചിരി മുതിർന്ന് പക്വതയായി. അപ്പൊ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായി പോയി. ഇന്നലെ വന്നാൽ ഒരു ആവശ്യം എനിക്ക് ആഘോഷിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ഇന്ന്. അപ്പൊ രണ്ടും ചേർത്ത് വരാനായിട്ടാണ് ഇന്നലെ വരാനത്. ഇന്ന് സക്സസ് ആയിട്ട് വന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമായി പോയി. മറ്റേ പടക്ക കമ്പനിയിലൊക്കെ കയറി പടക്കം കിട്ടി ഞങ്ങള് ചേർത്തല മുതല് കോട്ടയം വരെ ഞങ്ങള് പടക്കം അന്വേഷിച്ച് നടക്കാത്ത വഴിയില്ല. എന്നാന്ന് ചോദിച്ചാ ഇവര് പേരക്കാരിക്കുമല്ലോ. അപ്പൊ പടക്കം കൊണ്ട് മാലപ്പടക്കം കൊണ്ട് തിണ്ണായിട്ട് പൊട്ടിച്ചാച്ച് ഇവരെ പുറത്തിറക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഞാൻ വന്നു നിന്നിട്ട് ഇവരെ അറിഞ്ഞു പോലുമില്ല. ഞാൻ കുറെ നേരം ഇങ്ങനെ വായം പൊളിച്ച് മൊബൈലായിട്ട് നിന്നിട്ട് ഞാൻ നോക്കുമ്പോ സൂര്യ എന്നെ ചുമ്മാ നോക്കണം. പിന്നെ തിരിഞ്ഞിങ്ങനെ നിൽക്കുന്നു. കണ്ടപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് വന്ന ഒരു സീനുണ്ട്. അത് ഇവര് പറ്റേ അതിനകത്ത് കട്ട് ചെയ്ത് കയറ്റി കാണിച്ചു തരും. ചോറും പാത്രമൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്നെ ആണേലും അതെ. പിന്നെ എന്റെ സൂര്യനെ ഉണ്ടല്ലോ, ഞങ്ങളുടെ അമ്മക്ക് ജീവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുമാണ്. കാരണം എന്റെ അമ്മച്ചിക്ക് ജീവനായിരുന്നു. അതിന്റെ അറിയാണ്ട് കേക്കിന്റെ ചോട്ടിന്ന് മാറുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, കണ്ണൻ എന്തെങ്കിലും ചെയ്പ്പോ എന്നൊരു ഒച്ച ഇട്ട് സംസാരിച്ച ഉടനെ ഞങ്ങളുടെ അമ്മച്ചി മുറ്റത്തോട്ട് ഇറങ്ങിയത് അയ്യോ എന്റെ അമ്മച്ചിനെ എന്നും പറഞ്ഞ് നാട്ടുകാർ മൊത്തം ഓടിച്ചു കൂട്ടുമായിരുന്നു അമ്മച്ചി. അമ്മക്ക് അത്ര ഇഷ്ടമായിരുന്നു സൂര്യനെ. ഇത് തമ്മിൽ ഭയങ്കര കണക്ഷനായിരുന്നു. ഞങ്ങളുടെ അമ്മ മരിച്ചു പോയെങ്കിലും ഞങ്ങൾക്ക് ദൈവം തന്ന അമ്മയാണ് കേട്ടോ. ഇപ്പൊ തൽക്കാലം എന്റെ അമ്മയാണ് കേട്ടോ. ഇത് സൂര്യയുടെ അമ്മയായിട്ടോ നമ്മൾ കൊടുക്കൂല. ഇത് എന്റെ കൂടെ അമ്മയാണ്. സൂര്യയുടെ മാത്രം അമ്മയൊന്നും അല്ല, ഞങ്ങളുടെ കൂടെ അമ്മയാണ്. എന്റെ സൂര്യ നീ കുറച്ച് എന്തെങ്കിലും പറയടാ. നിന്റെ ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. കുറച്ച് നിന്റെ കൂട്ടുകാരൊക്കെ എല്ലാരും തിരക്കെന്ന് പറയാം. ഞാൻ കുറെ നാളുകൂടി വന്നേക്കും അങ്ങനെയൊക്കെ പറയാം. പക്ഷെ എന്നെ ഒത്തിരി തിരക്കുന്നുണ്ടെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ഓർത്തില്ല ഇത്ര ഫാൻസ് ഒക്കെ ഉണ്ടാവും. ഞാൻ അറിഞ്ഞു പോയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റ നോക്കുമ്പോ ഒരു കറുത്ത ഷർട്ടും വെള്ളം മുണ്ടൊക്കെ എടുത്ത് ഇവൻ നിൽക്കുന്നു. എനിക്കിത് കണ്ടിട്ട് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവനോട് പറയാ ചേച്ചി എന്നെ ഞാൻ ഫോട്ടോ എടുത്ത് ചേച്ചി കമന്റ് ഇടണേന്ന്. ഞാൻ 3 പ്രാവശ്യം ഓർത്ത് നീ എന്നെ കളയാനാണ് ഈ മുണ്ടും കൊണ്ട് പോയി. ഒരു പ്രാവശ്യം മുണ്ടെടുത്തപ്പോഴാണ് ഫോൺ പോയത്. അടുത്ത എന്നാ കളയാണ് എന്തോ സുണ്ടപ്പൻ എന്നാ പറയുന്നറിയാവോ? ഈ കേക്ക് ഇവിടെ ഇരിക്കുന്നതിനാണ് ഈ സുണ്ടപ്പൻ. ഈ കൊച്ചിന് കേക്ക് മുറിച്ച് കൊടുക്കണി. ഇനി ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാ ഇവരെന്നെ ഫാൻസുകാരെ ഒന്ന് ശരിക്കും ഒന്ന് ഹായ് പറഞ്ഞു. അടുത്തു എന്റെ കൊച്ച് നിങ്ങളോട് എല്ലാരും അഭ്യർത്ഥന കൊണ്ട് മാത്രം അവനങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടമല്ല, താല്പര്യമില്ല. ഇങ്ങനെ സംസാരിക്കുന്നവനല്ല. പക്ഷെ എല്ലാരും നിർബന്ധം കൊണ്ട് മാത്രം 2 വാക്ക് സംസാരിക്കും. എന്റെ നിർബന്ധം കൊണ്ട് പറയാ പോലെ കൊച്ചു പറഞ്ഞു. ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും എന്റെ നന്ദിയുണ്ട്. പിന്നെ ചേച്ചി ഈ വീഡിയോക്കകത്ത് വന്നു കഴിഞ്ഞു പിന്നെ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. ഇന്നലെ എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചു. വീഡിയോക്കകത്തൊന്നും കാണുന്നില്ലല്ലോ, കുറച്ച് തിരക്കായിരുന്നു. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ക്രിസ്മസിന് വരുന്നുണ്ട്, അപ്പൊ എന്നെ ഒരു വീഡിയോ എടുക്കും, അപ്പൊ കാണുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്റെ നന്ദിയുണ്ട്.
ഞങ്ങൾക്ക് ഓവറായിട്ട് സംസാരിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ. ചള വർത്താനം പറഞ്ഞ ഞങ്ങൾക്ക് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ അവൻ നിർത്തുന്നത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ സൂര്യക്ക് നീ സർപ്രൈസ് ആയി പോയി. ഞെട്ടിയാണോ ഞങ്ങൾ വന്നപ്പോ? ഞാൻ ഫോൺ വിളിക്കുന്നുണ്ട്, ചേച്ചി അവിടെ എവിടെ? എന്നെ വിളിച്ച് ചോദിക്കണ്ട് എവിടെ ചേച്ചി അവിടെ. എന്നെ ആദ്യം വിളിച്ച വണ്ടിയുടെ കൊച്ച കേട്ടു. ഞാൻ വീട്ടിലല്ലേ, വേറെ എവിടെയാ? വണ്ടിയിൽ കൊച്ചു കേൾക്കുന്നുണ്ട്. ആദ്യം വിളിച്ചു. ഞാൻ ഞെട്ടിപ്പോയി, സത്യം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പേടിച്ചു. കല്യാണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആയിക്കോട്ടെ എന്നാ ചെല്ലി ചേച്ചാ, എന്നാ ഇപ്പൊ കേറാൻ പോവാന്ന് പറഞ്ഞ്. എന്നാ ഒക്കെ കേറിക്കോളാൻ പറഞ്ഞ് ചേട്ടക്ക് ചോറ് കൊടുത്തില്ല. ദേ നിക്കുന്നു ഫ്രണ്ടില്. ഇവിടെ കടയിൽ അവര് പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു കേട്ടോ. അല്ലേ, കടയുള്ളൊരു വേടി നിന്നെ പറ്റിച്ചിട്ട് വരാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞത്. അതാരാ പറഞ്ഞത്? സിയാദിക്ക. ചിലപ്പോ വരുവായിരിക്കും. വരുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞേ ഇല്ലായിരിക്കും, വരുന്നൊന്നും ഇല്ലായിരിക്കും എന്ന് പറഞ്ഞ. ചിലപ്പോ പറ്റിച്ചിട്ട് വരുവായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. ഇവിടെ വന്നിട്ട് അമ്മ വിളിക്കത്തിന് പറഞ്ഞ് ഇല്ല ഞങ്ങള് വയറ്റിലൊരു കല്യാണം ഉണ്ട്, അങ്ങോട്ട് പോവാ. വയറ്റിലെ കല്യാണം പറഞ്ഞു, ഇവിടത്തെ വയറ്റിലായിരിക്കും. അയ്യോ, എന്റെ കണ്ണന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരിക്കും കേട്ടോ ഇത്. ഞങ്ങൾ 12 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ വെഡിങ് ആഘോഷിക്കുന്നത്. ഇതൊക്കെ ഞാൻ മുറിച്ചു കൊടുക്കും. സവോള അരിച്ചോണ്ടിരിക്കുവായിരുന്നു ചോറ്. മതി സുണ്ടു മതി. പിന്നെ അതെ സുണ്ടപ്പൻ എരുമാരി ചീര അരിയുമ്പോൾ കേക്ക് വെച്ച അരിയുമാണ്. എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയാണോ? ഞങ്ങളുടെ ഈ പറഞ്ഞ വെഡിങ് ആനിവേഴ്സറി പോട്ടെ, ഞങ്ങളുടെ ബർത്ത്ഡേ പോലും ഞാൻ ആഘോഷിച്ചിട്ടില്ലാത്ത ഞങ്ങളാണ്. അടുത്ത പ്രാവശ്യം നമ്മളെല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്നതായിരിക്കും. തകർക്കും എന്റെയോ മെയ് 29 വണ്ടി വിളിക്കാൻ മെയ് 29. വണ്ടി വിളിക്കാൻ പോയത്. പിന്നെ കണ്ണന്റെ ഒരു സ്റ്റാൻഡപ്പ് ഞാൻ അടിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് തന്നെ സ്റ്റാൻഡപ്പ് ഞാൻ പറയുന്നുണ്ട് കണ്ണനെ പറ്റി. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അതിന് ഈ വീഡിയോ കൂടെ പറഞ്ഞ പോലെ പ്രശ്നമാകുമോ നിർത്താം. എന്നാലും ഞാൻ പറയുവാണ്. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ റിലേഷനിൽ പെട്ട ഒരാള് പറഞ്ഞു, നീ ഒരു കാരണവശാലും നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാരണവശാലും വയനാട് ചുരം കയറി അങ്ങോട്ട് വന്നു പോകരുത്, നീയുമായിട്ടുള്ള ബന്ധമില്ലെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആകെ സങ്കടപ്പെട്ടു പോയി. ഇങ്ങനെ എന്ത് ചെയ്യണം, അങ്ങനെ പറഞ്ഞു പോയി, ഇനി ചെല്ലാനും പറ്റത്തില്ലെന്ന് ഓർത്ത് ഇനി വിഷമിച്ചിരിക്കുമ്പോഴത്തേക്ക് കണ്ണൻ ഞാൻ നോക്കി കലിപ്പ് മുഖം, കട്ട കലിപ്പ്. ഇവൻ കലി കയറി ഇവിടെ വന്ന സെന്ററിലോട്ട് ഇങ്ങനെ കയറി നിന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ പൊളിക്ക് പെങ്ങളെ പറഞ്ഞതിന് ഇവൻ പ്രതികരിക്കാൻ പോവുകയാണെന്ന്. ഇവൻ പറയുമ്പോൾ ഇടപെടടാന്ന് ഞാൻ പറഞ്ഞോണ്ടിരിക്കുക. ഇവൻ സെന്ററിൽ കയറി നിന്ന ഡയലോഗ്, ഒരു രക്ഷ തീപ്പൊരു ഡയലോഗ്. ഇവൻ ഉടനെ പറയുക, ചുരം കയറി മൈസൂര് ടൂറ് പോകുന്നതിന് കുഴപ്പമില്ല, നിങ്ങളെ വീട്ടിലോട്ട് വരാൻ പോലെ. അല്ലാണ്ട് പിന്നെ അവരോട് എന്നാ പറയാ. അയ്യോ, എന്താണേലും ഭയങ്കര ഹാപ്പി ആയി പോയി. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പോയി. ഞങ്ങള് അടുത്ത് തന്നെ ഒരു ടൂറൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിലി, എന്റെ ഫാമിലി, ഞങ്ങൾ ഇത്ര പേര് ഞങ്ങളുടെ വൺ ഡേ ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വൺ ഡേ ടൂർ മറ്റേ അയൽക്കൂട്ടക്കാര് പോയല്ലോ. എന്നതാ ഇതേപോലെ ഞങ്ങളവിടുന്ന് നമ്മുടെ ചേച്ചി എന്റെ ചേച്ചിക്ക് മറ്റേ കുടുംബശ്രീ മറ്റേ ഒരു വൺ ഡേ ടൂർ ആണെന്ന് പറഞ്ഞ് വൺ ഡേ ടൂറിന് പോയി. അപ്പൊ 3-4 രൂപയായിരുന്നു. മറ്റേ ബസ്സൊക്കെ വിളിച്ചങ്ങ് പോയി. അപ്പൊ 12,000 രൂപ ബസ്സിന് വണ്ടിക്കാശൊക്കെ പറഞ്ഞു. വൺ ഡേ ടൂറാ പറഞ്ഞത്. 4 ദിവസം കഴിഞ്ഞാ വന്നത്. ആ പോയൊരു മൊത്തം ആശുപത്രി. എല്ലാവർക്കും 2 പേർക്ക് മറ്റേ വയറിളക്കവും ഛർദിയും പനി. ട്രിപ്പ് ഇട്ട് കിടക്കുന്നു 3 ദിവസം. എല്ലാരും 4 ദിവസം കഴിഞ്ഞാ വന്നത്. എന്ത് പറഞ്ഞാല് വൺ ഡേ ടൂർ പോകാന്ന് പറഞ്ഞു. എങ്ങനെയാന്ന് ആർക്കറിയാം. ഞാൻ ശരിയാ ഇവനെ കൊണ്ടുപോകണ്ടോ. ഇവൻ ഇത്ര ഡയലോഗ് ഇറക്കിയ സ്ഥിതിക്ക് ഇവൻ വീട്ടിൽ എന്നെ കൊണ്ടുപോകണം. ഞാൻ ഇതേക്കിനകത്ത് ഉണ്ടല്ലോ. ഞാൻ ഗോണിയെ തോന്നിയാലും വണ്ടിയുടെ ഗോണിയെ തോന്നിയാൽ കാണും.
ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനി മാത്രം എന്നാ സുധി ഹാപ്പി, ഒരു കേക്കല്ലേ മുറിച്ചു. പക്ഷെ ഈ കേക്ക് മുറി ഉണ്ടല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അവിടെ നിന്ന് വന്ന പ്രഷർ എനിക്ക് അറിയത്തുള്ളൂ. ഇവിടെ വരുമ്പോ ഇവര് എന്നെ കണ്ടുപിടിക്കുവോ, ഞാൻ ആരും കാണാതെ അങ്ങോട്ട് ചെല്ലണോ, എന്റെ പ്രഷർ ശരിക്കും പറഞ്ഞാൽ അറ്റാക്കിന് വല്ല കംപ്ലൈന്റ് ഉള്ള ഞാൻ പകുതിക്ക് വെച്ച് ചത്തുപോയാന്നെ. അത്രയ്ക്ക് മാനസിക സംഘർഷമായിരുന്നു ഇവിടെ കേറി വരുന്നവരെ. എന്നാൽ ഈ ഒരു ദിവസം ഞങ്ങൾ മറക്കത്തില്ല. പെട്ടെന്നുള്ളൊരു ഇടപാടായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം. ണ്ടോ ഈ വെഡിങ് ആനിവേഴ്സറി 12ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ഇനി മുന്നോട്ട് സന്തോഷവും സമാധാനമായിട്ട് ഇവര് അടിപൊളിയായിട്ട് ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അല്ലാടാ? പിന്നെ ഭാര്യയും ഭർത്താവാണ്. ഞങ്ങൾക്ക് ഇതിനകത്ത് കിടന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളാണ് ജീവിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആ സാധനത്തിന്റെ നിങ്ങൾ ജീവിച്ചു പോവുക. അതിന് മുമ്പ് ഒരു സാധനം പറയാൻ ഞാൻ ഒന്നും പറയാൻ പറ്റില്ല. ആ സാധനത്തിൽ നിങ്ങൾ ജീവിച്ചു പോവുക, അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ സൂര്യന് വരുന്നതേ ഉള്ളൂ. സൂര്യന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അവനൊരു 40 വയസ്സായിട്ട് കെട്ടിക്കുന്നുള്ളത്. അവന് പക്വതയായിട്ടില്ലെന്നാണ് പറയുന്നത്. അവന് പക്വതയാകാൻ മൂക്കാൻ നിർത്തിയേക്കാണ്. ആണ്. ഇതാണ് നമ്മുടെ സന്തോഷം. സൂര്യ എന്തോരം കമന്റ്സ് ആണ് എനിക്ക് വരുന്നറിയോ. എന്താണ് സുധിമോളെ സൂര്യനെ കാണിക്കാത്ത, ഞങ്ങളുടെ മുത്താണ്, എന്തോരം കമന്റ്സ് ആണ് എനിക്ക് വരുന്നറിയോ. അപ്പോഴാണ് ഞാൻ ഇവിടെ വീട്ടിൽ പോയി ഇങ്ങനെ കമന്റ്സ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൻ എന്തോരം എന്റെ യൂട്യൂബ് ചാനലിൽ കിടന്ന് തരംഗം അതുപോലെ തന്നെ ഞാൻ ഇവിടെ കിടക്കുമ്പോൾ തളർന്നു കിടക്കാൻ സംബന്ധിച്ച് ചുമ്മാ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും ആരുടെ വെല്ലോന്റെ അത് വീഡിയോ കണ്ടാലും മതി. ചേച്ചി ഞാനിത് വെല്ലിട്ടെ അത് അടിപൊളിയാണ് കേട്ടോ. ഒരു ആശാനാണ്, നമ്മുടെ ജീവനാണ് കേട്ടോ, എന്റെ കുഞ്ഞാണ് ഇവരത് കേട്ടോ. ഇവനെ കളിച്ചത് പ്രാധാന്യം ഞാൻ ഇവന് കൊടുക്കും. അത്ര ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. താങ്ക് യു.